എൻ.എം. വിജയന്റെ മരണത്തിന് കാരണമായ വയനാട് കോൺഗ്രസ് കോഴയുമായി ബന്ധപ്പെട്ട് നിയമന കോഴയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. IC ബാലകൃഷ്ണൻ MLA ഓഫീസിലും നേരിട്ട് പങ്കുള്ളതായി വെളിപ്പെടുത്തലാണ് ഇന്ന് കൈരളി ന്യൂസ് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിച്ചത്. ഭാര്യയ്ക്ക് ജോലി വാഗ്ദാനം ചെയ്ത MLA ഓഫീസിൽ ജോലി ചെയ്തിരുന്ന കൈനിക്കൽ ബെന്നി 15 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് ബത്തേരി വടക്കനാട് സ്വദേശിയായ അനീഷ് ജോസഫ് കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തി. ഭാര്യയ്ക്ക് വേണ്ടിട്ടാ? എന്നിട്ട് എത്ര രൂപ കൊടുത്തു? പൈസ കൊടുക്കാണ് 15 ലക്ഷം രൂപയാണ് കൊടുത്തത്. അത് കൈനിക്കൽ ബെന്നിക്കാണോ കൊടുത്തേ? അതെ ബെന്നിക്കാണ് കൊടുത്തത്. ആർക്ക് വേണ്ടിയിട്ടാണ് പണം എന്നാണ് കൈനിക്കൽ ബെന്നി പറഞ്ഞത്? ജോലി എന്ന് പറഞ്ഞു. IC ബാലകൃഷ്ണൻ MLAയും DCC ജനറൽ സെക്രട്ടറി KE വിനയനും മുഖേന ജോലി നൽകാമെന്ന് പറഞ്ഞാണ് ബെന്നി 15 ലക്ഷം രൂപ വാങ്ങിയതെന്നാണ് വെളിപ്പെടുത്തൽ. 2013-2014 പണം കൊടുത്തത്. വടക്കനാട് ബെന്നിയുടെ വീടിന് സമീപത്ത് താമസിച്ചിരുന്ന വ്യക്തിയാണ് പരാതിക്കാരൻ. കോൺഗ്രസ് ഭരിക്കുന്ന നാട്ടിൽ ഭാര്യയ്ക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപയാണ് നൽകിയത്. പൈസ കൊടുത്തപ്പോൾ ഉറപ്പിനു വേണ്ടി വിജയ ബാങ്കിന്റെ 2 ചെക്കും തന്നുവെന്ന് അനീഷ് വെളിപ്പെടുത്തി. ചെക്ക് ബെന്നി തന്നാ. ഞാനപ്പോ എനിക്ക് ഇത്രയും പൈസ കൊടുക്കുമ്പോ നമുക്കൊരു ഉറപ്പ് വേണല്ലോ, കിട്ടുവോ കിട്ടൂല എന്താന്ന് പറഞ്ഞപ്പോ പുള്ളിയുടെ അന്ന് വിജയ ബാങ്കിന്റെ 2 ചെക്ക് തന്നു എനിക്ക്. ഇപ്പൊ വിജയ ബാങ്കിൽ അന്ന് വിജയ ബാങ്ക് ഉണ്ടായിരുന്നു ബത്തേരിയില്. പുള്ളിക്ക് അവിടെയായിരുന്നു അക്കൗണ്ട്. അപ്പൊ അതിന്റെ എനിക്ക് ഉറപ്പിന് വേണ്ടിട്ട് 2 ചെക്ക് തന്നു പോയി. ജോലി കിട്ടാതായപ്പോൾ പൈസ തിരികെ ചോദിച്ചു. നിരന്തരം ചോദിച്ചപ്പോൾ 2.5 ലക്ഷത്തോളം രൂപ തിരികെ തന്നു. ഇനി പണം കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്നും അനീഷ് പറഞ്ഞു. ഇപ്പൊ ഒന്നുകൂടെ വിളിക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കിട്ടുന്നൊരു പ്രതീക്ഷ ഇല്ല സാറേ. ഇപ്പൊ വർഷമായില്ലേ. നിയമന തട്ടിപ്പുമായി കുറെ പേർ പരാതി നൽകിയതറിഞ്ഞപ്പോഴാണ് ഇരയായ ഞാനും പരാതി നൽകാൻ തീരുമാനിച്ചത്. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ തമിഴ്നാട് നീലഗിരിയിലാണ് അനീഷ് താമസിക്കുന്നത്. N.M. വിജയന്റെയും മകന്റെയും മരണത്തിലും നിയമന കോഴയിലും IC ബാലകൃഷ്ണൻ MLAയുടെ പങ്ക് കൂടുതൽ തെളിയിക്കുന്നതാണ് ഈ വെളിപ്പെടുത്തൽ. ബാങ്ക് നിയമനത്തിന് MLA നൽകിയ ശുപാർശക്കത്ത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഓഫീസ് സ്റ്റാഫും പണം വാങ്ങിയതായുള്ള വെളിപ്പെടുത്തൽ. കൈരളി ന്യൂസ്, വയനാട്.